നമസ്കാരം ആരാമിൻ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസിൽ ഹാസ് ബീൻ, ഹാവ് ബീൻ എന്നീ പ്രയോഗങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസ് പഠിക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ടേം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഓർമ്മ വരും. കാരണം പാസ്റ്റ് പെർഫെക്റ്റിൽ നമ്മൾ ഉപയോഗിച്ച ടേം ഒന്ന് ഓർത്താൽ മതി. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അവിടെ നമ്മൾ ഉപയോഗിച്ചത് ഹാഡ് എന്ന ഒരു ടേമാണ് അല്ലേ. അപ്പോൾ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ളതുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റിൽ നമ്മൾ ഉപയോഗിച്ച ആ ടേമിൻ്റെ കൂടെ കണ്ടിന്യൂവസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ബീൻ കൂടി ചേർത്താൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസിൻ്റെ സെൻറ്റൻസിൻ്റെ ഘടനയായി. ഓക്കെ, പിന്നെ വേർബിൻ്റെ കൂടെ ing ചേർക്കാം. നോക്കാം നമുക്ക്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക എന്നതിനെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. നമ്മൾ കുറേ മുന്നേ ഒരു കാര്യം തുടങ്ങി, അത് എപ്പോഴോ അവസാനിച്ചു. ഓക്കെ, അതായത് ഇപ്പോൾ നിലനിൽക്കുന്നില്ല ആ കാര്യം, കഴിഞ്ഞുപോയി. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. ഉദാഹരണങ്ങളിലേക്ക് കടന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാവും. ശ്രദ്ധിക്കാം. രവി നടക്കുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ പറയുകയാണെങ്കിൽ രവി എപ്പോഴോ നടന്നു തുടങ്ങി. ഓക്കെ, നടക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ നടക്കുന്നില്ല. രവി നടക്കുന്നുണ്ടായിരുന്നു, മുന്നേ എപ്പോഴോ നടന്നു തുടങ്ങി, പക്ഷേ ഇപ്പോൾ നടക്കുന്നില്ല അല്ലേ, നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. അതായത് മുന്നേ തുടങ്ങി അതെപ്പോഴോ അവസാനിച്ചിട്ടുണ്ട്, ഒരു ടൈം സ്പാനിൽ തന്നെ അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് പറയുന്ന സമയത്ത് അങ്ങനെ ഒരു കാര്യം നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയുന്നത്. ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. അവൻ അവരുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മു ഗീതയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ബേബിയും മഞ്ജുവും പാർക്കിൽ കളിക്കുന്നുണ്ടായിരുന്നു. അവർ ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പ്രിയ ഹൊറർ മൂവീസ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വാചകങ്ങളിലേക്കൊന്ന് നോക്കൂ. ഇവിടെ എന്താ പ്രത്യേകത? ചെയ്യുന്നുണ്ടായിരുന്നു, പോകുന്നുണ്ടായിരുന്നു, കളിക്കുന്നുണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു, കാണുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അവിടെ വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ണ്ട എന്നുള്ള അക്ഷരം വരുന്നുണ്ട്. പിന്നെ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, പാസ്റ്റ് കണ്ടിന്യൂവസിൽ നമ്മൾ ഉപയോഗിച്ചത് വേർ എന്നുള്ളതും വേർബിൻ്റെ കൂടെ ing. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് അല്ല, ഇത് എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ബീൻ എന്നുള്ളത് ഉപയോഗിക്കണം, പ്ലസ് വേർബ് പ്ലസ് ing. അപ്പോൾ ഹാഡ് ബീൻ വേർബ് ഉപയോഗിക്കുക, ing ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ചെയ്യുന്നുണ്ടായിരുന്നു, ആയിരുന്നു എന്നുള്ള പാസ്റ്റിൻ്റെ വന്നു. അപ്പോൾ ഇപ്പോൾ നടക്കുന്നില്ല, അതെപ്പോഴോ കഴിഞ്ഞു പോയിൻ്റെ മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വാചകങ്ങൾക്കാണ് നമ്മൾ ഹാഡ് ബീൻ എന്നുള്ളത് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഈ വാചകങ്ങൾ ഇംഗ്ലീഷിലേക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ വാചകം, അവൻ അവരുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെഴുതാം നമുക്ക്? അവൻ എന്നുള്ളതിന് ഹി. ഓക്കെ, പിന്നെ വേർബാണ് വെക്കേണ്ടത് അല്ലേ. അപ്പോൾ വേർബ് വയ്ക്കുമ്പോൾ എന്താ? ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ, ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ത് വേണം? ഹാഡ് ബീൻ. ഓക്കെ, ഹി ഹാഡ് ബീൻ, ഹി ഹാഡ് ബീൻ. പിന്നെന്താണ്? വേർബിൻ്റെ കൂടെ ing, വർക്കിംഗ്, ജോലിയാണ് ചെയ്യുന്നത്. സോ ഹി ഹാഡ് ബീൻ വർക്കിംഗ്. ആരുടെ കൂടെയാണ്? അവരുടെ കൂടെ. അപ്പോൾ വിത്ത് ദെം. അപ്പോൾ കൂടെ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് വിത്ത്. ഓക്കെ, നിങ്ങളതങ്ങനെ പറഞ്ഞ് പഠിക്കണം. ഹി ഹാഡ് ബീൻ വർക്കിംഗ് വിത്ത് ദെം. ഓക്കെ, അവൻ അവരുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു വെച്ചാൽ മുന്നേ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ ചെയ്യണില്ല, ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയുള്ള വാചകങ്ങളിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഹാഡ് ബീൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളത് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വാചകം എന്താ ഞാൻ പറഞ്ഞത്? അമ്മു ഗീതയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഗീതയുടെ കൂടെയെന്നുണ്ട്, അപ്പോൾ കൂടെയെന്ന് വരുന്നുണ്ട്, വിത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ വിത്ത് ഗീത അല്ലേ. അപ്പോൾ ആരാണ് പോണത്? അമ്മു ആണ് പോണത്. അപ്പോൾ അമ്മു ആണ് സബ്ജക്റ്റ്. അമ്മു
അത് കഴിഞ്ഞാൽ എന്ത് വേണം? ഹാഡ് ബീൻ. ഓക്കെ, അമ്മു ഹാഡ് ബീൻ എന്താ ചെയ്യണേ? അമ്മു ഗോയിങ്, പോവുകയാണ്. ഓക്കെ, അപ്പോൾ പോകുന്നുണ്ടായിരുന്നു. ഷീ ഹാഡ് ബീൻ ഗോയിങ്, പോകുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അമ്മു ഹാഡ് ബീൻ ഗോയിങ്. എവിടേക്കാണ് പോണത്? ഹോസ്പിറ്റലിലേക്ക്. മുന്നത്തെ ക്ലാസ് ഒന്ന് ഓർക്കുക, ലേക്ക് എന്ന് വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രിപ്പോസിഷൻ ഏതാണ്? ടു. അപ്പോൾ അമ്മു ഹാഡ് ബീൻ ഗോയിങ് ടു ഹോസ്പിറ്റൽ. ആരുടെ കൂടെയാണ് പോണത്? വിത്ത് ഗീത, ഗീതയുടെ കൂടെ. ഓക്കെ, അപ്പോൾ സെൻറ്റൻസിൻ്റെ ഘടന കണ്ടു. ആദ്യം സബ്ജക്റ്റ് വെച്ചു, പിന്നെ ഹാഡ് ബീൻ വെച്ചു, പിന്നെ വേർബിൻ്റെ കൂടെ ING വെച്ചു. അപ്പോൾ അമ്മു ഹാഡ് ബീൻ ഗോയിങ്. ഇനി എവിടേക്കാണ് പോണത്? ടു ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞതുകൊണ്ടാണത്. അപ്പോൾ ടു ഹോസ്പിറ്റൽ. ആരുടെ കൂടെയാണ്? വിത്ത് ഗീത. ഓക്കെ, അപ്പോൾ ഇത്രയും നീളത്തിലുള്ള സെൻറ്റൻസ് നിങ്ങൾക്ക് വേണ്ട, ചെറിയ സെൻറ്റൻസ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം അമ്മു ഹാഡ് ബീൻ ഗോയിങ്. ഓക്കെ, അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ ഘടന ശരി. പിന്നെ ബാക്കിയുള്ളത് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. എവിടേക്ക് പോകണു, ആരുടെ കൂടെ പോകണു എന്നുള്ളത്. ഓക്കെ, അമ്മു ഹാഡ് ബീൻ ഗോയിങ്. അപ്പോൾ ഹാഡ് ബീൻ വെച്ചു, വേർബ് വെച്ചു, ING വെച്ചു. അതിന് മുകളിലത്തെ സെൻറ്റൻസ് ഹി ഹാഡ് ബീൻ വർക്കിംഗ്, അതായത് അവൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആരുടെ കൂടെ എന്നുള്ളത് അതിന് ശേഷം വയ്ക്കുക. തന്നിരിക്കുന്നത് ഇത്തിരി വലിയ സെൻറ്റൻസ് ആണെന്ന് തോന്നുന്നവർ ഇത്ര മാത്രം പഠിക്കുക. ഹി ഹാഡ് ബീൻ വർക്കിംഗ്, അമ്മു ഹാഡ് ബീൻ ഗോയിങ് ഉണ്ടോ? അപ്പോൾ അത്രയും ആ മെയിൻ ആയിട്ടുള്ള വേർബിൻ്റെ ഘടന അവിടെ വന്നു. ബാക്കി അതിന് ശേഷം വയ്ക്കുന്നതാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇതുപോലെ സ്വന്തമായിട്ട് കുറച്ച് വാചകങ്ങൾ ഉണ്ടാക്കി പഠിക്കുവാൻ നോക്കാം. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസിലേക്ക് നോക്കാം. ബേബിയും മഞ്ജുവും പാർക്കിൽ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ? രണ്ട് പേരുണ്ട്, ബേബി ഉണ്ട്, മഞ്ജു ഉണ്ട് അല്ലേ? അപ്പോൾ ബേബി ആൻഡ് മഞ്ജു ഹാഡ് ബീൻ, അവരെന്താ ചെയ്യണേ? പ്ലേയിങ് അല്ലേ? ബേബി ആൻഡ് മഞ്ജു ഹാഡ് ബീൻ പ്ലേയിങ് ഇൻ ദ പാർക്ക്. ഓക്കെ, ഇനി അടുത്തത് അവർ ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നുള്ളതിനെ നമ്മൾ എന്തെഴുതാം? ദേ ഹാഡ് ബീൻ ഗോയിങ് ടു ദ ബീച്ച്. അടുത്തത് പ്രിയ ഹാഡ് ബീൻ വാച്ചിങ് ദ ഹൊറർ മൂവീസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ഹാഡ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഹാഡ് ബീൻ സബ്ജക്റ്റ് സിംഗുലർ ആയാലും സബ്ജക്റ്റ് പ്ലൂറൽ ആയാലും നമ്മൾക്ക് മാറ്റമില്ല. ഹാഡ് എന്നുള്ളത് മാത്രമേ അവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഹാഡ് ബീൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഹാഡ് ബീൻ. ഓക്കെ, അത് ഒന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തരാം, അതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ട് നിങ്ങൾ ചെയ്യുക. പിന്നെ പറഞ്ഞും പഠിക്കുക. അപ്പോൾ അത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കലി ആ സെൻറ്റൻസുകളൊക്കെ വരും. പറഞ്ഞ് കേട്ട് പഠിച്ച് ശീലിച്ചതെല്ലാം ഒന്ന് സ്വയം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം, നിങ്ങളത് ട്രൈ ചെയ്യാം. രാജുവും കമലയും പരീക്ഷ എഴുതുന്നുണ്ടായിരുന്നു. ടീച്ചർ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്മ പാചകം ചെയ്യുന്നുണ്ടായിരുന്നു. സീത പുതിയ ഒരു ഫ്രോക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രവീൺ മിഥുൻ്റെ കൂടെ ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ബാങ്കിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ബാങ്കിൽ നിന്നും എന്നാണ് പറയണത്. അപ്പോൾ ഇൽ നിന്നും എന്നുള്ളതിന് ഫ്രം ആണ് വയ്ക്കുക. ഓക്കെ, അടുത്തത് ലളിത ഹോംവർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മയെ കണ്ടതിനാൽ കുഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, കണ്ടതിനാൽ എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ബൈ സീയിങ്, ബൈ എന്നുള്ള വയ്ക്കുക, നാൽ കണ്ടതിനാൽ എന്നുള്ളതിന്. ഓക്കെ, അങ്ങനെ ഓരോന്നിനും ഓരോ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. കുഞ്ഞ് അമ്മയെ കണ്ടതിനാൽ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ടതിനാൽ എന്നുള്ളത് ഞാൻ പറഞ്ഞു ബൈ സീയിങ്. ഓക്കെ, ഇനി അണ്ണാറക്കണ്ണൻ കീരിയെ കണ്ടതിനാൽ ഒച്ച വയ്ക്കുന്നുണ്ടായിരുന്നു. പൂച്ചയെ കണ്ടതിനാൽ കിളികളെല്ലാം ഒച്ച വയ്ക്കുന്നുണ്ടായിരുന്നു. കിളികളുടെ ശബ്ദത്തിന് CHIRP ചേർപ്പ് എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് വേണം നിങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഇത്രയും മതി. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒട്ടും മടിക്കരുത്, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി
മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.